ഓം ചന്ദ്രാകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ 51-ാമത്തെ അധ്യായം രണചോരൻ എന്ന അധ്യായമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ദ്വാരകയുടെ കവാടത്തിലെത്തിയപ്പോൾ ബ്രാഹ്മണൻ തൻ്റെ ആഗമനത്തെക്കുറിച്ച് ദ്വാരപാലകനെ അറിയിച്ചു. അതായത് രുക്മിണി ദേവി ഒരു ബ്രാഹ്മണനെ ദൂതനായിട്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു കത്തും കൊടുത്ത് അയക്കാൻ തീരുമാനിച്ചു. അത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടതാണ്. അപ്പോൾ ആ ഉത്തമ ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി. അപ്പോൾ ദ്വാരകയുടെ കവാടത്തിൽ ഈ കത്തുമായിട്ട്, അതായത് ഉത്തമനായിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ കണ്ടെത്തി ആ ബ്രാഹ്മണന്റെ കൈവശം ഒരു സന്ദേശവുമായിട്ട് ദ്വാരകയിലേക്ക് രുക്മിണി ദേവി ഒരു ബ്രാഹ്മണനെ പറഞ്ഞയച്ചു എന്ന്, ദ്വാരകയിലേക്ക് അയക്കുകയും ചെയ്തു എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടതാണ്. അങ്ങനെ ബ്രാഹ്മണൻ ദ്വാരകയുടെ കവാടം എത്തിയപ്പോൾ തൻ്റെ ആഗമനത്തെക്കുറിച്ച് ദ്വാരപാലകനെ അറിയിച്ചു. ദ്വാരപാലകൻ അദ്ദേഹത്തെ കനകസിംഹാസനത്തിലിരിക്കുന്ന കൃഷ്ണന്റെ സമീപത്തേക്ക് ആനയിച്ചു. അവിടെ സംശയമൊന്നും ഉണ്ടായില്ല. ആ ദ്വാരപാലകൻ ബ്രാഹ്മണനെ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രുക്മിണിയുടെ ദൂതനാകാനുള്ള അവസരം ലഭിച്ചതിനാൽ ബ്രാഹ്മണന് കാരണങ്ങൾക്കെല്ലാം കാരണനായിരിക്കുന്ന ഭഗവാനെ ദർശിക്കാനുള്ള മഹാഭാഗ്യമുണ്ടായി. എല്ലാം സാമൂഹ്യ വിഭാഗങ്ങളുടെയും ആധ്യാത്മിക ആചാര്യനാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണനെ ബഹുമാനിക്കേണ്ട വൈദിക മര്യാദ എങ്ങനെയാണെന്ന് എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിനെ അതിൽ ഉപവിഷ്ടനാക്കി. ബ്രാഹ്മണൻ ആസനസ്ഥനായതോടെ ദേവന്മാർ കൃഷ്ണനെ പൂജിക്കുന്ന രീതിയിൽ കൃഷ്ണൻ അദ്ദേഹത്തെ പൂജിച്ചു. തൻ്റെ ഭക്തനെ തന്നെ ആരാധിക്കുന്നതിനേക്കാൾ മൂല്യം വത്തതാണ് എന്ന് ഇതുവഴി ഭഗവാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാനെ സഹസ്രനാമത്തിൽ തന്നെ ബ്രാഹ്മണപ്രിയൻ എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മണ്യോ ബ്രഹ്മഗത് ബ്രഹ്മ 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 വിവർധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മീ ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ എന്ന് ആ ഒരൊറ്റ ഇതിൽ തന്നെ ബ്രാഹ്മണത്വത്തെയും ബ്രാഹ്മണന്റെ ശ്രേഷ്ഠതയെയും ഉത്തമനായിരിക്കുന്ന ഏതൊരു ബ്രാഹ്മണനെയാണോ ഭഗവാന് പ്രിയനായിരിക്കുന്നത് എന്നെടുത്ത് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ എന്നുദ്ദേശിക്കുന്നത് കർമ്മം കൊണ്ട് മാത്രമല്ല, ജ്ഞാനം കൊണ്ട്. ബ്രഹ്മജ്ഞാനി ആയനുമാണ് ബ്രാഹ്മണനെ ഉദ്ദേശിക്കുന്നത്. ആത്മജ്ഞാനി, ആത്മബോധത്തോടെ വേദവൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനെ എപ്രകാരം ആണ് ആദരിക്കേണ്ടത് എന്ന് ഭഗവാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ആ ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണൻ ഭഗവാന്റെ അടുത്തേക്ക് ദ്വാരപാലകൻ ആനയിച്ചു കൊണ്ടുപോയി. ഉടനെ തന്നെ ഭഗവാൻ സ്വർണസിംഹാസനത്തിലിരുന്ന ഭഗവാൻ എഴുന്നേറ്റു. ഇനി ബ്രാഹ്മണന്റെ ഭാഗ്യത്തെ പറയുകയാണ്. കാരണനായിരിക്കുന്ന ഈ സർവേശ്വരനെ ഒരു സന്ദേശവും കൊണ്ട് വന്നതുകൊണ്ട് ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് ബ്രാഹ്മണൻ തന്നെ ആത്മവിചാരം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും സാമൂഹ്യമായിട്ട് എല്ലാ വിഭാഗങ്ങളുടെയും ആധ്യാത്മിക ആചാര്യനാണ് ബ്രാഹ്മണൻ എന്നിവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബ്രാഹ്മണനെ ബഹുമാനിക്കേണ്ട വൈദിക മര്യാദ എങ്ങനെയാണെന്ന് എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിനെ അതിൽ ഉപവിഷ്ടനാക്കി. താൻ ഇരുന്ന ആ സിംഹാസനത്തിൽ തന്നെ ഈ ബ്രാഹ്മണനെ ഉപവിഷ്ടനാക്കി. ബ്രാഹ്മണൻ ആസനസ്ഥനായതോടെ ദേവന്മാർ വന്നാൽ പോലും കൃഷ്ണനെ എപ്രകാരമാണോ ആരാധിച്ചിരുന്നത്, പൂജിച്ചിരുന്നത്, അതേ രീതിയിൽ ഈ ബ്രാഹ്മണനെ ശ്രീകൃഷ്ണൻ ആരാധിച്ചു. എന്ന് പറഞ്ഞാൽ
തന്നെ ആരാധിക്കുന്നതിനേക്കാൾ മൂല്യവത്താണ് ഒരു ബ്രാഹ്മണനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അപ്പോൾ കുളിയും ഭക്ഷണവും കഴിഞ്ഞ ബ്രാഹ്മണൻ മൃദുലമായ പട്ട് വിരിച്ച പര്യങ്കത്തിൽ വിശ്രമിച്ചു. ബ്രാഹ്മണൻ വിശ്രമിക്കുന്നതിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ നിശബ്ദം അദ്ദേഹത്തെ സമീപിച്ച് തികഞ്ഞ ബഹുമാനത്തോടെ അദ്ദേഹത്തിൻ്റെ കാലുകൾ സ്വന്തം മടിയിൽ വെച്ച് തലോടി തുടങ്ങി. ഭഗവാൻ ബ്രാഹ്മണനോട് ചോദിച്ചു, പ്രിയപ്പെട്ട ബ്രാഹ്മണ ശ്രേഷ്ഠ, ധർമ്മതത്വങ്ങൾ മുറതെറ്റാതെ പാലിക്കാൻ അങ്ങയ്ക്ക് ബുദ്ധിമുട്ട് ഇല്ലെന്നും അങ്ങ് തികഞ്ഞ മനസ്സമാധാനമുണ്ടെന്നും വിശ്വസിക്കട്ടെ. അപ്പം ബ്രാഹ്മണന്റെ ക്ഷേമത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധയുള്ളവനാണ് ഭഗവാൻ എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സമൂഹഘടനയിലെ വിവിധ ശ്രേണിയിലുള്ളവർ വിഭിന്നമായിട്ടുള്ള തൊഴിലുകളാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഒരാളുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം. അപ്രകാരം ബ്രാഹ്മണനോട് ക്ഷേമാന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് അലോസരമുണ്ടാകാത്ത വിധത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട വിധത്തിൽ വേണം വാക്കുകൾ പ്രയോഗിക്കാൻ. ഇപ്പോൾ നമ്മളൊരു സുഹൃത്തിനെയോ ഇല്ലേ മറ്റൊരു അതിഥിയോ നമ്മുടെ ഗ്രഹത്തിൽ വന്നാൽ അവരോട് കുശലപ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലെ ക്ഷേമമാണ് അന്വേഷിക്കാൻ എന്നുകൂടി ഭഗവാൻ ഇവിടെ കാണിച്ചു തരികയാണ്. ആ വ്യക്തിയുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട വിധത്തിൽ വേണം വാക്കുകൾ പോലും ഉപയോഗിക്കാൻ. അതിൽ ബ്രാഹ്മണനെ സംബന്ധിച്ചുള്ള സത്യം, ശുദ്ധി, സമഭാവം, ആത്മനിയന്ത്രണം, സഹിഷ്ണുത എന്നിവയ്ക്കെല്ലാം ആധാരം സമാധാനപൂർണമായിരിക്കുന്ന മാനസികാവസ്ഥയാണ്. അപ്പം നമുക്ക് സമാധാനം അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ, ഇല്ലെങ്കിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ സത്യവും ശുദ്ധിയും സമഭാവനയും ആത്മനിയന്ത്രണവും സഹിഷ്ണുതയും എന്നിവയെല്ലാം മനസ്സമാധാനത്തിൻ്റെ ആധാരമാണെന്നും ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നു. സമാധാനപൂർണമായ മാനസിക അവസ്ഥയിൽ മാത്രമേ ഈ ഒരവസ്ഥ, ശാന്തമായ അവസ്ഥ, സമ്പൂർണതയുടെ ആനന്ദമയമായ അവസ്ഥ, സ്വരൂപജ്ഞാനത്തോടെ ഇരിക്കുന്ന അവസ്ഥ, ബ്രഹ്മജ്ഞാനികൾക്കാണ് ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ സാധിക്കുക എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ സത്വസംശുദ്ധി, ജ്ഞാനയോഗ, വ്യവസ്ഥിതി എന്നൊക്കെ ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ, ഈ ഒരു 26 ഗുണങ്ങളുടെ ശ്രേഷ്ഠത, ദൈവസമ്പത്തിൻ്റെ ശ്രേഷ്ഠത പോഷിപ്പിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവുക. എല്ലാവരും ഏത് തലത്തിലുള്ള ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ സ്ത്രീയോ പുരുഷനോ മനുഷ്യജന്മം കിട്ടിയവരെല്ലാം ആത്യന്തികമായിട്ട് ആലോചിക്കുന്നത് എനിക്ക് സമാധാനം വേണമെന്ന് തന്നെയാണ്. പക്ഷേ ആ സമാധാനം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ ഒരു മാനസിക അവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം എന്നർത്ഥം. അത് അങ്ങനെയുള്ളവർക്കേ ഒരാൾ കുശലപ്രശ്നം ചോദിച്ചാലും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ എല്ലാവരും മുഖം ചിരിച്ചുകൊണ്ട് സുഖമാണെന്ന് പറയും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖത്തിൻ്റെ മറ ആരും ശ്രദ്ധിക്കാറില്ല. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ പോണ വഴിക്ക് പരിചയമുള്ള ആളെ കണ്ട സുഖമാണോ, വിശേഷമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ലാന്നേ സാധാരണ പറയൂ. രണ്ടാമത് ചോദിക്കുമ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും പിന്നെ പുറത്തേക്ക് വരും. നമ്മളിങ്ങനെ മുഖമൂടി അണിഞ്ഞുകൊണ്ടാണ് നടക്കില്ല. യഥാർത്ഥത്തിൽ മനസ്സിന്റെ പ്രസന്നയും സത്യസുംസിദ്ധി, അനയോഗ വ്യവസ്ഥയും, ദാനം, തപശ്ച, യജ്ഞ, സധ്യായ, സമം, ആർജവം എന്നൊക്കെ ഭഗവാൻ 26 ഗുണങ്ങളുടെ ശ്രേഷ്ഠത, ദൈവിക സമ്പത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കുണ്ടോ? അതുണ്ടെങ്കിൽ മാത്രമേ ഈ മനസ്സമാധാനത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിധത്തിൽ ജ്ഞാനം നേടിയ ജീവിതത്തിൽ ആ ജ്ഞാനത്തിൻ്റെ പ്രായോഗിക മനസ്സിലാക്കുമ്പോഴാണ് നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നത്, അഥവാ ബോധമുദിക്കുന്നത്. കൃഷ്ണൻ ദൈവികമായിരിക്കുന്ന സാമൂഹ്യ മര്യാദയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം കൃഷ്ണൻ്റെ ആദരം നിറഞ്ഞ പരിചരണം ഈ ബ്രാഹ്മണന് കൊടുക്കുന്നതും ബ്രാഹ്മണൻ സ്വീകരിക്കുന്നതും. കാരണം തന്മയീഭാവത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സ് വായിക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഉത്തമനായ ബ്രാഹ്മണൻ ശാന്തസുന്ദരമായ പരമ പദത്തിൽ, അതായത് അനായാസന ജീവിതം നയിക്കുന്നവനായിരിക്കും. അവന് ഭഗവാന്റെ അടുത്ത് പോയിട്ട് യാതൊരു പരാതിയോ കുറ്റമോ ഒന്നും ആവശ്യങ്ങൾ പോലും പറയേണ്ടതായിട്ടില്ല, ഉണ്ടാവില്ല.
അവൻ യോഗക്ഷേമത്തിലായിരിക്കും എന്നർത്ഥം. അങ്ങനെ ഒരു ഉത്തമനായ ബ്രാഹ്മണനാണ്, തന്മയീഭാവം സിദ്ധിച്ച ഒരു ബ്രാഹ്മണനാണ് ഭഗവാനുമായിട്ട് സംസർഗത്തിന് പോലും യോഗ്യത ലഭിക്കുക. അർഹത എല്ലാവർക്കും ഉണ്ടെങ്കിലും യോഗ്യത കിട്ടിയതുകൊണ്ടാണല്ലോ രുക്മിണി ദേവി ഈ ബ്രാഹ്മണനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ആ ബ്രാഹ്മണ ജന്മത്തിൻ്റെ മഹത്വം ഇല്ലേ, ആ ബ്രാഹ്മണന്റെ ഒരു മഹാഭാഗ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ തത്തുല്യഭാവം ഇല്ലെങ്കിൽ ഭഗവാന്റെ അതേ ഭാവം കൈവന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനെ നേരിട്ട് കാണാൻ തന്നെ യോഗ്യത ലഭിക്കൂ എന്നർത്ഥം. അപ്പൊ ഇത്തരത്തിൽ ആദരവും കൂടെ ഭഗവാൻ ആ ബ്രാഹ്മണനെ സ്വീകരിച്ചിരിക്കുന്നതും തൻ്റെ സിംഹാസനത്തിലിരുത്തുന്നതും ആ കാലുകൾ വിശ്രമ അവസ്ഥയിൽ പോയി തടവുന്നതും ഇതൊക്കെ എന്തൊരു മഹാഭാഗ്യമാണെന്ന് വിചാരിക്കണം. അപ്പൊ ഭക്തനും ഭഗവാനും ഒന്നായി മാറുന്ന അവസ്ഥയെ, തന്മയീ ഭാവത്തെ നമ്മളെ ഇവിടെ ഭഗവാൻ കാണിച്ചു തരിക ചെയ്യുക. ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് കൃഷ്ണൻ പെരുമാറിയത് ബ്രാഹ്മണനോട്. അപ്പൊ സാധാരണ മനുഷ്യ കുലധർമ്മം അനുഷ്ഠിക്കുന്നവരൊക്കെ ഉത്തമ ബ്രാഹ്മണന്മാരെ അതനുസരിച്ചുകൊണ്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ വേണമെന്ന്, അതാണ് യഥാർത്ഥത്തിൽ അതിഥി സൽക്കാരത്തിൻ്റെ, അതിഥി യജ്ഞത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരിക. ഇപ്പം അതിഥി യജ്ഞം എങ്ങനെയാ ചെയ്യാന്ന് ഒരു സന്യാസിയോട്, അല്ലെങ്കിൽ സന്യാസി മടത്തി കയറി ചെന്നപ്പോൾ ഞാൻ ചോദിക്കേണ്ടായി. ഇപ്പം ഈ ബദരി യാത്രയിൽ ഇതും ഒരു പരീക്ഷണമായിരുന്നു എന്ന് വേണേൽ പറയാം. പക്ഷെ അത് സന്യാസിമാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ മിക്കവാറും ശങ്കര പാരമ്പര്യത്തിലുള്ള ആശ്രമത്തിലും ഋഷികേശിലുള്ള ശിവാനന്ദ ആശ്രമത്തിലും ഒരു 3-4 ആശ്രമങ്ങൾ ഞാൻ ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് സന്ദർശിച്ചത്. എനിക്കറിയാം എങ്ങനെയായിരിക്കും പെരുമാറ്റം അവിടെ ഉണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കര പാരമ്പര്യത്തിലുള്ള ഋഷികേശിലുള്ള 3 ആശ്രമങ്ങളുണ്ട്. ഇതിൽ 2 ഞാൻ ചെന്നു. ഒരിടത്ത് വേണ്ട വിധത്തിൽ ബ്രാഹ്മണനാണെന്ന് അറിഞ്ഞിട്ടോ വേണ്ട വിധത്തിൽ യാതൊരുവിധ അതിഥിയജ്ഞവും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണവും ഒരു ദിവസം തങ്ങാനുള്ള സൗകര്യവും വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് വരെ അതിനെ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞാൽ മാത്രമേ അവിടെ സൗകര്യം ഉണ്ടാക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ അതിഥി യജ്ഞത്തിൽ ഇത് നിയമം തെറ്റിക്കലല്ലേ? അത് അതിഥി എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞിട്ട് ചെല്ലുന്നവനല്ലല്ലോ, തിഥി ഇല്ലാതെ കയറി ചെല്ലുന്നവന. അപ്പം ജോഷിമഠിലുള്ള ആ ശ്രേഷ്ഠമായ ആ ശങ്കര പാരമ്പര്യത്തിലുള്ള ഒരു ആശ്രമത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ തന്നെ വേറൊരു ആശ്രമം ജോഷിമഠിൽ തന്നെ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അവിടെ പഴയ ശ്രേഷ്ഠതയും ഇല്ലെങ്കിൽ പഴയ അന്തേവാസികളോ ഒന്നുമില്ലെങ്കിൽ തന്നെ അവരൊന്നുമില്ലെങ്കിലും നമുക്ക് ഒരു നേരം കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. ഫീസ് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് വെറുതെ വേണ്ട, ഒരു ദിവസത്തെ റൂമിൻ്റെ വാടക വേണേൽ കൊടുക്കാം, ഭക്ഷണത്തിൻ്റെ കാശ് കൊടുക്കാം എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളവിടെ ചെല്ലുന്നത്. പക്ഷെ ഇതൊന്നും അവർക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ സന്യാസം സ്വീകരിച്ചവരാണ്. അതും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർക്കാണ് ശങ്കര പാരമ്പര്യത്തിൽ സന്യാസം തന്നെ കൊടുക്കുക, അതിനുള്ള അർഹതയുള്ളൂ. അപ്പോൾ അവർ തന്നെ ബ്രാഹ്മണരായിരുന്നവരാണ്, എന്നിട്ടാണ് സന്യാസം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ ഭാഗമൊക്കെ ശരിക്കും ഈ ഭാഗമൊക്കെ മനസ്സിലായാൽ, ഇല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് നിരാശനായിട്ട് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വരികയില്ല. ഇതും കഴിഞ്ഞ് ഋഷികേശി വന്ന് ശിവാനന്ദാശ്രമത്തിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു. 3 ആശ്രമങ്ങളിൽ കയറിയെങ്കിലും 3ാമത്തെ ആശ്രമം ശിവാനന്ദ ആശ്രമത്തിൽ ഞാൻ ചോദിച്ചു. അവിടെയും കാരണം ഒരു നേരം തങ്ങാനും ഒരു നേരത്തെ ഭക്ഷണത്തിന് സൗകര്യം ഉണ്ടാക്കി തന്ന തിരക്കേടില്ല എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും അവിടെയും പറഞ്ഞത് ഇതാ, നേരത്തെ വിളിച്ചു പറഞ്ഞവർക്ക് ഇവിടെ സൗകര്യം കൊടുക്കുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അവിടുത്തെ ആ സ്ഥാനത്തിരുന്ന, ഇല്ലെങ്കിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന സന്യാസിയോട് തന്നെ ചോദിച്ചു, ഈ സന്യാസി ധർമ്മത്തിൽ അതിഥിയജ്ഞം എന്ന് പറയുന്നത് ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. ഇതെങ്ങനെ നിങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചു. അവർ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് വന്നവരല്ല. ചില സന്യാസികൾക്ക് തന്നെ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രാഹ്മണ പാരമ്പര്യത്തിൽ നിന്നല്ല സന്യാസം സ്വീകരിച്ചതെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനെ ബഹുമാനിക്കുകയോ, ഇല്ലെങ്കിൽ ചിലർക്ക് ബ്രാഹ്മണനെ കണ്ടാൽ തന്നെ അലർജി ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളും ആശ്രമങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് സമ്മതിച്ചിട്ടുമുണ്ട് അവരായിട്ട്. ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തന്നെ പുച്ഛം. എന്നാൽ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സന്യാസി ഗുരുവായൂരുണ്ട്. എപ്പോഴും ബഹുമാനം. ഞാൻ അവിടെ കയറി ചെന്നാൽ അദ്ദേഹം വരെ സീറ്റിൽ നിന്ന് എഴുന്നേക്കും. അത്ര ബഹുമാനമുള്ളവരും ഉണ്ട്. കലിയുഗത്തിലായതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാത്തവരാ കൂടുതൽ. സന്യാസം സ്വീകരിക്കുമ്പോൾ ഈ സന്യാസിയുടെ ലക്ഷണം തന്നെ ജ്ഞാനമാണ്.
സന്യാസ ലക്ഷണം ജ്ഞാനമാണ്. ആ ജ്ഞാനം പരിപക്വത വന്നവരെ സന്യാസം സ്വീകരിക്കാവുള്ളൂ. അല്ലാതെ സ്വീകരിച്ചതുകൊണ്ടാണ് ഇവർക്കൊന്നും പക്വതയില്ലാത്തത്. അപ്പൊ ഇതൊക്കെ നേരിട്ട് അറിഞ്ഞ് ഇതിൽ ശരിക്ക് പക്വതയുള്ള സന്യാസിയുടെ പെരുമാറ്റം അവരെങ്ങനെ ആയിരിക്കണം എന്ന് ഇവിടെ ശ്രീകൃഷ്ണൻ കാണിച്ചു തരികയാണ് നമ്മളെ. ഒരു ബ്രാഹ്മണനെ കാര്യം പറഞ്ഞ ആ കത്തും മേടിച്ചിട്ട് പറഞ്ഞു വിട്ടാൽ പോരെ. ഇന്നത്തെ സ്ഥിതിക്ക് പോസ്റ്റ്മാൻ കൊണ്ടുതരുന്ന പോലെ ഒരു കത്ത് മേടിച്ചു വെച്ചു, ആ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്ന ആ രീതിയാണ്. പക്ഷെ അതല്ല, അവിടെ താമസിക്കാനുള്ള സൗകര്യവും വേണ്ട സൗകര്യം എന്നല്ല, ഭഗവാൻ തന്നെ വേണ്ട കാര്യങ്ങളും കുശലാന്വേഷണമെല്ലാം നടത്തി കാല് തടവി കൊടുത്തു, വിശ്രമിക്കാനുള്ള അവസരം കൊടുത്തു. എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അതൊക്കെ പ്രത്യക്ഷത്തിൽ നമ്മളെ കാണിച്ചു തരും. ഇതാണ് ശരിക്കും അതിഥിയജ്ഞം. ഭഗവാൻ ഇവിടെ പ്രത്യക്ഷത്തിൽ നമ്മളെ കാണിക്കുകയാണ്. അപ്പം തന്നെ ആദരിക്കുന്നതിലും കേമത്വമാണ് ഒരു അതിഥിയെ യഥാവിധി ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് എന്നിവിടെ ഭഗവാൻ കാണിച്ചു തരിക ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം കൃഷ്ണന്റെ ആദരം നിറഞ്ഞ പരിചരണം സ്വീകരിക്കാനുള്ള ഭാഗ്യം ഈ ബ്രാഹ്മണന് ലഭിച്ചു. ഒരു സാധാരണ മനുഷ്യനെ പോലെ കൃഷ്ണൻ പെരുമാറിയത് ഇവിടെ ശ്രദ്ധിക്കണം. മനുഷ്യജന്മം എടുത്തു വന്ന് ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്തിനാ? മനുഷ്യനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാ. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യ കുലധർമ്മം ആചരിക്കേണ്ടത് എന്ന് കാണിച്ചു തരിക. അപ്പൊ അതുകൊണ്ട് സാമൂഹ്യ ഘടനയിൽ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവനായാലും ഇല്ലെങ്കിൽ ഭഗവാൻ ക്ഷത്രിയ ആ കുലത്തിൽപ്പെട്ടവനാണെങ്കിലും പോരെങ്കിൽ ഒരു യുവാവായതിനാലും ബ്രാഹ്മണനോട് ആദരവും കാണിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു എന്നിവിടെ നമ്മളെ പഠിപ്പിക്കുക ചെയ്ത്. ഈശ്വരൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു, ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു, യുവാവായിരിക്കുന്ന ആളാണ്. ഇന്നത്തെ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും ഗുരുക്കന്മാരെയും ഇല്ലേ ബാക്കിയുള്ളവരെയും ബഹുമാനിക്കുക, ആദരിക്കുക, ഒന്ന് നമസ്കരിക്കാൻ പറഞ്ഞാൽ തന്നെ അവർക്ക് ആകെ വൈക്ലഭ്യ. ചിലർക്ക് നമസ്കരിക്കാൻ തന്നെ അറിയില്ല. ഈ സംസ്കാരമൊക്കെ നമ്മളൊന്ന് തിരിച്ച് മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഈ ബ്രാഹ്മണനോട് അതിഥിയജ്ഞം എപ്രകാരം ചെയ്യണം എന്ന്, അത് മനുഷ്യകുലധർമ്മമാണെന്ന് മനുഷ്യനായിട്ട് ജനിച്ച ഭഗവാൻ കാണിച്ചു തന്നു. ഇവിടെയാണ് കർമ്മത്തിൻ്റെ താത്വിക ഭാവം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി.